എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏതിലേക്കാണ്? പ്രാക്ടിക്കൽ എക്സാമിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അടുത്ത മാസം ലാസ്റ്റോട് കൂടി പ്രാക്ടിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയായിരിക്കും 14 എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ ചെയ്യാനുള്ളത് ഇല്ല. അതായത് 7 ഫസ്റ്റ് ഇയറിലെയും അതുപോലെ തന്നെ 7 സെക്കൻഡ് ഇയറിലായിട്ട് അറ്റ്ലീസ്റ്റ് 14 എക്സ്പെരിമെന്റ് നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നോളൂ. പിന്നെ നിങ്ങളുടെ ടീച്ചർ, കൺസേൺ ടീച്ചർ എങ്ങനെയാണോ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ഉണ്ടല്ലോ, ടീച്ചർ എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? റെക്കോർഡ് ബുക്ക് ഉണ്ടായിരിക്കണം. ഫിസിക്സിന്റെ കാര്യമാണ് പറയുന്നത്. ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ റെക്കോർഡ്. അപ്പൊ ഏത് സബ്ജക്റ്റിനാണേലും റെക്കോർഡ് ഉണ്ടായിരിക്കണം. റെക്കോർഡിന് പ്രത്യേകം മാർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ബുക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. 14 എക്സ്പെരിമെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓരോ എക്സ്പെരിമെന്റും കൃത്യമായിട്ട് എഴുതിയിരിക്കുക. എൻ്റെ റീഡിങ്സ്, ടാബുലാർ കോളം, പ്രിൻസിപ്പിൾ, തിയറി ഇതെല്ലാം ഉണ്ടായിരിക്കണം. അവസാനം റിസൾട്ട് USI യൂണിറ്റിൽ ഉണ്ടായിരിക്കണം. അത് ടീച്ചറിനെ കാണിച്ചിട്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം കേട്ടോ. റെക്കോർഡിൽ സൈൻ കേട്ടോ. പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ട്, അതിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പ്രാക്ടിക്കൽ റെക്കോർഡിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണ്ടേ. അപ്പം ഓരോന്നിനും നിങ്ങൾ ചെക്ക് ചെയ്യുക. എഴുതി തീർന്നിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. അതൊക്കെ മാക്സിമം സ്പീഡപ്പ് ചെയ്ത് എഴുതുക. എല്ലാത്തിനും സൈൻ വാങ്ങിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അതുപോലെ തന്നെ റെക്കോർഡ് എഴുതുമ്പോൾ വളരെയധികം നീറ്റായിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെട്ടിത്തിരുത്തിയൊന്നും എഴുതല്ലോ കേട്ടോ. അതുപോലെ ടാബുലാർ കോളൊക്കെ ഉണ്ടായിരിക്കണം. ഗ്രാഫ് വേണ്ട എക്സ്പെരിമെന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് കൃത്യമായിട്ട് വരച്ചിരിക്കണം. സ്കെയിലും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. റിസൾട്ടും കാര്യങ്ങൾ എഴുതിയിരിക്കുക. നീറ്റായിരിക്കും. നമ്മൾ റെക്കോർഡിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ നീറ്റായിരിക്കണം. വെട്ടലും കുത്തലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാവും ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ല എന്നുള്ളത്. അപ്പം കൃത്യമായിട്ട് നീറ്റാക്കി സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 14 എക്സ്പെരിമെന്റ് ആണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുക കേട്ടോ. ടീച്ചർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ 7 എക്സ്പെരിമെന്റ് ആണ്, സെക്കൻഡ് ഇയറിലും അതുപോലെ തന്നെ 7 എക്സ്പെരിമെന്റ് വെച്ചിട്ട് ടോട്ടൽ 14 എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. മനസ്സിലാക്കിയിരിക്കുക. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ്, അപ്പോൾ നമുക്കറിയാം 2 എക്സ്പെരിമെന്റ് ആണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. ഒരു എക്സ്പെരിമെന്റ് ടോട്ടൽ മാർക്ക് 18 ആണ് കേട്ടോ. ഒരു എക്സ്പെരിമെന്റിന് അങ്ങനെ 2 ഉണ്ടാകുമ്പോൾ 36 വരും. പിന്നെ 4 മാർക്ക് റെക്കോർഡിനുള്ളതാണ്. ഈ 18 മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് പ്രിൻസിപ്പിൾ ആൻഡ് തിയറി നിങ്ങൾക്ക് എക്സ്പെരിമെന്റ് തരും. എക്സ്പെരിമെന്റ് തരുമ്പോൾ എന്താണ് അത് നിങ്ങൾ നോക്കി. പ്രിൻസിപ്പിളും തിയറി ഒക്കെ ഉണ്ടല്ലോ, ഇക്വേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതാണ് പ്രിൻസിപ്പിൾ ആൻഡ് തിയറിയിൽ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതിന് 5 മാർക്കാണുള്ളത്. മനസ്സിലായല്ലോ ഏതാണ് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ്, അതിന്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ അതിന്റെ തിയറി കൃത്യമായിട്ട് എഴുതുക. ഇക്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതുക. ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇക്വേഷൻസ് എഴുതുമ്പോൾ അതൊരു ബോക്സിലാക്കി എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഓരോരോ ടേമുകളുണ്ടല്ലോ, ഇക്വേഷന്റെ ഓരോരോ ടേമുകളുണ്ടല്ലോ. ഇപ്പം വോളിയം ആണെന്നുണ്ടെങ്കിൽ LBT ആണെന്ന്, L ലെങ്ത് ആണ്, B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്, T എന്ന് പറഞ്ഞാൽ തിക്നെസ് ആണ്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. പിന്നെയുള്ളത് സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ്. നിങ്ങൾ എക്സ്പെരിമെന്റിന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അപ്പാരറ്റസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്നൊക്കെയുള്ളൂ. അത് കൃത്യമായിട്ടും അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഓംസ് ലോ പോലുള്ള എക്സ്പെരിമെന്റ്സിനൊക്കെ ആണെന്ന് ഓരോന്നും വയറൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് നീറ്റായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. അതിന് 2 മാർക്കാണുള്ളത്. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഓഫ് ദ എക്സ്പെരിമെന്റ്, നിങ്ങൾ ആ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന വേ എങ്ങനെയാണ് കാണുമ്പോൾ അറിയാം. പുറത്തുനിന്ന് വരുന്ന ടീച്ചറിനെ കാണുമ്പോൾ അറിയാം ആ കുട്ടിക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നല്ല നീറ്റായിട്ട് എഴുതാനും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കണം അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടാബുലാർ കോളൊക്കെ നീറ്റായിട്ട് വരച്ച്, ഗ്രാഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് റഫായിട്ടൊക്കെ വരച്ചിട്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യുന്ന വേ ഇമ്പോർട്ടൻ്റ് ആണ്. കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കണം. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം, ഇക്വേഷൻ എഴുതിയിരിക്കണം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷന് സ്റ്റെപ്പ് ഉണ്ട്, കാൽക്കുലേഷന് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ കൂടിയാണ് 6 മാർക്ക് വരുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിസൾട്ട് അത് SI യൂണിറ്റിൽ എഴുതിയിരിക്കണം. എല്ലാ കുട്ടികളും എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യും. മിക്കപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. മിക്കപ്പോഴും കാണുന്ന കാര്യമാണ്. എല്ലാവരും എക്സ്പെരിമെന്റ് എല്ലാം ചെയ്തു വെക്കും, പക്ഷെ റിസൾട്ട് എഴുതാതെ കൊണ്ടുപോയി വെക്കും. റിസൾട്ട് നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. കമ്പൽസറി ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം റിസൾട്ട് എഴുതിയിട്ടുണ്ടോ. റിസൾട്ടിൽ യൂണിറ്റ് SI യൂണിറ്റ് ആണ്. 4 മാർക്കാണ് കേട്ടോ. റിസൾട്ടും കൂടെ എഴുതി കഴിഞ്ഞാലുള്ളൂ നിങ്ങൾക്ക് അവിടെ 4 മാർക്ക് വീഴത്തുള്ളൂ. എല്ലാം ചെയ്ത് വെച്ചിട്ട് റിസൾട്ട് എടുത്ത് എഴുതിയില്ല എന്നുണ്ടെങ്കിൽ ആ 4 മാർക്ക് അവിടെ സ്കിപ്പ് ചെയ്ത് പോകും.
മനസ്സിലാക്കുക കേട്ടോ. ദെൻ പിന്നെ വൈവ വോയിസ് ഉണ്ട്, അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത്, അല്ലാത്തതൊക്കെ ചോദിക്കാം. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ഏതാണോ നിങ്ങൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ടോട്ടൽ 18 മാർക്ക് വരുന്നത്. അപ്പോൾ 2 എക്സ്പെരിമെൻ്റ് ആവും 36 വരും. പിന്നെ എന്താണ് 4 മാർക്ക് നിങ്ങളുടെ റെക്കോർഡിനാണ് കേട്ടോ. റെക്കോർഡ് എല്ലാവരുടെയും കൈവശം ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ ആരുടെ ആണെങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റില്ല, ആരുടെയെങ്കിലും ഒന്ന് മറിച്ച് നോക്കുവാണെങ്കിൽ അത് നീറ്റായിട്ടിരിക്കുക കേട്ടോ. വെട്ടും കുത്തലും ഒന്നുമില്ല, നീറ്റായിട്ട് വൃത്തിയാക്കിയൊക്കെ വെക്കാനും എഴുതിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാനും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിന് 4 മാർക്കാണ് ഓരോരുത്തർക്കും ഉള്ളത്. അങ്ങനെയാണ് ടോട്ടൽ 40 മാർക്ക് വരുന്നത്. ഈ ടോട്ടൽ 40 മാർക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. വലിയ പാടൊന്നുമില്ല. നമ്മളൊന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട പോലെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് യൂണിറ്റുകളൊക്കെ ഏതൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക, നീറ്റായിട്ട് ചെയ്യുക. 40 മാർക്ക് അവിടെ വീഴും. അതായത് മിക്ക കുട്ടികൾക്കും 40 ഞാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫുൾ മാർക്കാണ് എല്ലാ കുട്ടികൾക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഒന്നും അറിയാൻ മേലാത്ത കുട്ടികൾക്കൊക്കെ കുറച്ചൊന്നോ 2 മാർക്കൊക്കെ പോകത്തുള്ളൂ. അപ്പം ചെയ്യുന്ന പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ ചെയ്യുമായിരുന്നു. പറയുന്ന രീതിയിൽ ചെയ്ത് കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചർ എങ്ങനെയാണോ പറഞ്ഞു തന്നിരിക്കുന്നത് അതേ രീതിയിൽ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, കാൽക്കുലേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയൊക്കെ നോക്കുക കേട്ടോ. മനസ്സിലായല്ലോ ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം 2 എക്സ്പെരിമെൻ്റ് ആണുള്ളത്. ഒന്ന് സെക്ഷൻ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ഇയറിലെയാണ് കേട്ടോ. ഫസ്റ്റ് ഇയറിലെയാണ് സെക്ഷൻ എ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഇയറിലെയാണ്. ഫസ്റ്റ് ഇയറിലെ എക്സ്പെരിമെൻറ്റ് ഷുവറായിട്ട് ചോദിക്കുന്ന കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെർണിയർ ഷുവർ ആണ് കേട്ടോ. എല്ലാ സ്കൂളിലും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ എണ്ണം ഉണ്ടാവും. പക്ഷെ അതിൽ നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ ചോദിക്കത്തുള്ളൂ. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ പഠിപ്പിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ വെർണിയർ എല്ലാ സ്കൂളിലും ചെയ്യിക്കുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൽ സിലിണ്ടർ ഉണ്ട്, റെക്ടാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, അതുപോലെ സ്പിയറിൻ്റെ വോളിയം കാണുന്നത് 3 എല്ലാ സ്കൂളുകളിലും ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ കലോറിമീറ്റർ ഒക്കെ ചില സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ടീച്ചർ ഏതാണോ പറയുന്നത് അതനുസരിച്ചിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഷുവറായിട്ടുള്ള സ്ക്രൂ ഗേജ് വെർണിയർ എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് സ്ക്രൂ ഗേജ് ആണ് കേട്ടോ. സ്ക്രൂ ഗേജിന്റെ വയറിന്റെ തിക്നെസ് കണ്ടുപിടിച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാൻ ചോദിക്കാം. അതുപോലെ തന്നെ ലെഡ് ഷോട്ടിന്റെ വോളിയം കണ്ടുപിടിക്കാൻ, അതുപോലെ ഗ്ലാസ് പ്ലേറ്റിന്റെ തിക്നെസ്. അപ്പം ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില സ്കൂളിലൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണോ ചെയ്യിപ്പിച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ഏതാണോ പഠിപ്പിച്ചിട്ടുള്ളത് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. എന്തായാലും സ്ക്രൂ ഗേജും വെർണിയറും ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് കോമൺ ബാലൻസ് കേട്ടോ. കോമൺ ബാലൻസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ബാലൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അത് ചോദിക്കാം. പാരലോഗ്രാം ലോയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഉള്ളത് എന്താണ്, നമ്മുടെ ഹെലിക്കൽ സ്പ്രിങ് കേട്ടോ. ഹെലിക്കൽ സ്പ്രിങ് ഉണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഓരോരോ മെത്തേഡുകളുണ്ടല്ലോ. അപ്പം ഏതാണ് നിങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ എന്താണ് ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തായാലും ഉണ്ടായിരിക്കും. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി യൂസിങ് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബൈ കാൽക്കുലേഷൻ റീഡിങ്സ് എടുത്തിട്ട് ബൈ കാൽക്കുലേഷൻ വെച്ചും ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും സിമ്പിൾ പെന്നിലും ഉണ്ടായിരിക്കും. അത് ഏത് മെത്തേഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ 2 ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സിമ്പിൾ പെന്നിലൊക്കെ എല്ലായിടത്തും ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. അതനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്, ഞാൻ എല്ലാം പറയുന്നില്ല, ഷുവറായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് പറഞ്ഞു കേട്ടോ. സ്ക്രൂ ഗേജ് ഉണ്ട്, വെർണിയർ ഉണ്ട്, കോമൺ ബാലൻസ് ചോദിക്കാം. പിന്നെന്താണ് മൊമെന്റ് ബാർ കേട്ടോ. മൊമെന്റ് ബാർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൊമെന്റ് ബാർ ചോദിക്കാം. പിന്നെ പാരലോഗ്രാം ലോയുടെ ചോദിക്കാം. ഹെലിക്കൽ സ്പ്രിങ്, പിന്നെ എന്താണ് സിമ്പിൾ പെന്നിൽ. ഇത്രയും എന്തായാലും ഷുവറാണ്. ഇത്രയും എക്സ്പെരിമെന്റ്സ് ഒക്കെ എല്ലാ സ്കൂളുകളിലും ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഏതാണോ അതനുസരിച്ച് ചോദിക്കാം. ഫസ്റ്റ് ഇയറിലെ എക്സ്പെരിമെന്റ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചിട്ട് ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളും ഇക്വേഷൻ കേട്ടോ, തിയറിയും കാര്യങ്ങളും പഠിക്കുക. ടാബ്ലർ കോളം മനസ്സിലാക്കിയിരിക്കുക. സ്ക്രൂ ഗേജിനെയും വെർണിയറിനെയും സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ലീസ്റ്റ് കൗണ്ട് ഉണ്ട് കേട്ടോ. ആ ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ സ്ക്രൂ ഗേജിൻ്റെയും വെർണിയറിൻ്റെയും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. കൃത്യമായിട്ട് കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നോക്കി ഒന്ന് പഠിക്കുക കേട്ടോ. പിന്നെ സെക്ഷൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. അതിലും ഇതുപോലെ 7 എക്സ്പെരിമെൻ്റ് ആണ്. അതും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് അത് പഠിക്കുക കേട്ടോ. ഓംസ് ലോ എല്ലായിടത്തും ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതെന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. അത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റിവിറ്റി, അത്
അത് രണ്ടെണ്ണം ഇക്കടത്തും ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓംസ് ലോ എന്തായാലും ചോദിക്കും. അപ്പോൾ ഓംസ് ലോയുടെ ഏതൊക്കെ വേരിയേഷൻസ് ആണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഗാൽവനോമീറ്ററിന്റെ കൺവേർഷൻ കേട്ടോ, കൺവേർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കേണ്ടതാണ്. പിന്നെ സോണോമീറ്റർ ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ സോണോമീറ്റർ ഒക്കെ സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക കേട്ടോ. പിന്നെ ഷുവറായിട്ട് ചോദിക്കുന്ന ലെൻസിന്റെ മിററിന്റെ ആണ് കേട്ടോ, ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാൻ കേട്ടോ, ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അത് ലെൻസും മിററും അത് നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ആ മെത്തേഡുകളൊക്കെ പഠിക്കുക. യു വി ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാം. 1/u 1/v ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ബൈ കാൽക്കുലേഷൻ കേട്ടോ, ബൈ കാൽക്കുലേഷനിൽ നിന്നും ഫോക്കൽ ലെന്ത് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം നിങ്ങളുടെ സ്കൂളിൽ ഏതാണോ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. റീഡിങ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, എൻ്റെ യൂണിറ്റും കാര്യങ്ങളും എങ്ങനെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പിന്നെ ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ്, നമ്മുടെ മിനിമം ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ട് പ്രിസത്തിന്റെ എക്സ്പെരിമെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കുക, ദെൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അല്ലെങ്കിൽ എന്താണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കുക. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ഉള്ളത് അത് എന്തായാലും ആ എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് അറിയാമല്ലോ. റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം എന്നുള്ള എക്സ്പെരിമെന്റ് കൃത്യമായിട്ട് ചെയ്തിട്ട് ഐ ഡി കർവ് വരച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ എന്താണ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിരിക്കാം ചോദിക്കുന്നത്. എന്നിട്ട് അത് ഗ്രാഫ് വരയ്ക്കാനായിരിക്കാം. മനസ്സിലായല്ലോ. അപ്പം എന്തായാലും റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ഉണ്ട്. അപ്പൊ അത് രണ്ടും പഠിച്ചിരിക്കുക കേട്ടോ. മിനിമം ഡീവിയേഷൻ ആണെങ്കിലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണെങ്കിലും ഇതും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സ്കൂളിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളത് പി എൻ ജംഗ്ഷൻ ഫോർവേഡ് ബയസിങ് റിവേഴ്സ് ബയസിങ്ങും ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇതിൽ എന്തായാലും ഷുവറായിട്ടുള്ള റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം ഉണ്ട്, മിററിന്റെയും ലെൻസിന്റെയും കാര്യങ്ങൾ അത് ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. പിന്നെ എന്താണ് കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ചോദിക്കാം. പിന്നെ ഓംസ് ലോയും കേട്ടോ, ഓംസ് ലോ എന്തായാലും ഉണ്ടായിരിക്കും ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ചെയ്യിപ്പിച്ചിരിക്കുന്ന ഏതൊക്കെ രീതിയിലൊക്കെയാണ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആ മെത്തേഡുകളെല്ലാം പഠിക്കുക. ഇക്വേഷനും കാര്യങ്ങളും ഗ്രാഫും ഈ ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ സർക്യൂട്ട് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായിട്ട് വരച്ചിരിക്കണം, കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇലക്ട്രിക്കൽ എക്സ്പെരിമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് സർക്യൂട്ട് ഡയഗ്രാം തെറ്റിപ്പോയിട്ടുണ്ടെന്ന് അവിടെ പോയി ആ കുട്ടിക്ക് അറിയില്ല എന്നാണ് അതോടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ടാബുലാർ കോളവും കൃത്യമായിട്ടൊക്കെ വരച്ച് എഴുതാൻ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഞാൻ സ്കൂൾ ഗേജിന്റെ വെർനിയറിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, കാണുക. മറ്റ് പ്രാക്ടിക്കലിനൊക്കെ ഞാൻ ടാബുലാർ കോളമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ വരും ദിവസങ്ങളിൽ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയൊന്ന് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളവരുണ്ടായിരിക്കാം, പഠിക്കാൻ തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. എനിവേ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സമയം കളയാതെ ചെയ്യുക. കാരണം നമുക്ക് സമയം ഇനി ഒട്ടുമില്ല, ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. പ്രാക്ടിക്കലിന്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഉടനെ മോഡൽ എക്സാം വരും, പിന്നെ ഉടനെ പബ്ലിക് എക്സാം ആണ്. അധികം ഗ്യാപ്പുകളൊന്നുമില്ല കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ വെക്കേഷനിൽ പ്രാക്ടിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ ശ്രമിക്കുക. പിന്നെ പഠിക്കുക കേട്ടോ, ഈ തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കുക. അപ്പം അങ്ങനെ കൃത്യമായിട്ടൊരു ലൈനപ്പിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എക്സാമിനായാലും പ്രാക്ടിക്കൽ എക്സാമിനായാലും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം വെറുതെ സമയം കളയാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഷുവറായിട്ടും ഫുള്ള് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്